പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് തന്നിട്ടുള്ള ക്ലാസ്സിലെ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു ഓപ്പറേഷനായിട്ടുള്ള ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ്. എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥം, എന്താണ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അർത്ഥം, അത് നമുക്ക് നോക്കാം. The difference of the sets A and B in this order is the set of elements which belongs to A but not to B. എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയിലുള്ളതും ബിയിലില്ലാത്തതും എന്നാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയിലുള്ളതും എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻറ്റും എടുക്കുക, എന്നിട്ടോ ബിയിലുള്ള എലമെൻ്റൊക്കെ അതിൽ കട്ട് ചെയ്യുക. അതാണ് എയിലുള്ളതും ബിയിലില്ലാത്തതും. എയിലുണ്ടാവണം, എന്നാൽ ബിയിലുള്ള ഒറ്റ എലമെൻറ്റും എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. അപ്പോൾ എയിലുള്ളതും ബിയിലില്ലാത്തതും. ദ ഡിഫറൻസ് ഓഫ് ദ സെറ്റ്സ് എ ആൻഡ് ബി അഥവാ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു എ. എയിലുണ്ടായിരിക്കണം, എന്നാലോ എയിലുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടാവോ? ഇല്ല. ഏത് എലമെൻ്റ് അല്ലാത്തത്? ബിയിലുള്ള എലമെൻ്റൊക്കെ കട്ട് ചെയ്യുക. അപ്പം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് എടുക്കുക, എന്നിട്ട് ബിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് എ മൈനസ് ബി. ഓക്കെ, സാധാരണ നമ്മൾ മൈനസിൻ്റെ ചിഹ്നം തന്നെയാണ് ഇവിടെ ഇടുക. എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എന്ത് പറയാം? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ്. എങ്ങനെയുള്ള എക്സ് ആണ്? ആ എക്സ് എയിലുണ്ടാവുന്നത് നിർബന്ധമാണ്. അതോടൊപ്പം എന്തുണ്ടാവരുത്? ബിയിലുണ്ടാവരുത്. എയിലുണ്ടാവണം, ബിയിലുണ്ടാവരുത്. ഇപ്പോൾ എയിലുള്ള ഒരു എലമെൻറ്റ് ബിയിലുണ്ടായിരിക്കുക, അത് എ മൈനസ് ബി ഉണ്ടാവോ? ഇല്ല. അപ്പോൾ എന്താണ് എ മൈനസ് ബി? എയിലുണ്ടാവണം, ബിയിലുണ്ടാവില്ല. അഥവാ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി എന്നാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6, ബി ഈക്വൽ ടു 2 4 6 8. എ മൈനസ് ബി കാണണം, ബി മൈനസ് എ കാണണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ളതും ബിയിലില്ലാത്തതും. ബി മൈനസ് എന്ന് പറഞ്ഞാലോ ബിയിലുള്ളതും എയിലില്ലാത്തതും. എന്താണ് എ മൈനസ് ബി? എയിലുള്ളതും ബിയിലില്ലാത്തതും. ബി മൈനസ് എന്താണ്? ബിയിലുള്ളതും എയിലില്ലാത്തതും. അപ്പോൾ ഒന്നാമത് നോക്കുക, എ മൈനസ് ബി ആണ് കാണേണ്ടത്. എ മൈനസ് ബി കാണാൻ എളുപ്പമാർഗം എ എന്ന് പറയുന്ന ആ എലമെൻ്റ് എടുക്കുക. എന്താണ്? എ എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുക, എന്നിട്ടോ ബിയിലുള്ളൊക്കെ കട്ട് ചെയ്യുക. ഇപ്പോൾ ബിയിൽ 1 ഉണ്ടാവും, ഇല്ല. അപ്പം അത് എ മൈനസ് ബിയിലുണ്ടാവും. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതൊക്കെ ഉണ്ടാവും, പക്ഷേ കണ്ടീഷൻ എന്താണ്? ബിയിലുള്ള ഒറ്റ എലമെൻറ്റ് എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു, അതിൽ 1 ആദ്യത്തെ എലമെൻറ്റ് 1 അല്ലേ? 1 ബിയിലുണ്ടോ? ഇല്ല. അപ്പോൾ എ മൈനസ് ബി ഉണ്ടാവും. അടുത്ത 2 അല്ലേ? 2 ബിയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ബിയിലുള്ള ഒറ്റ എലമെൻറ്റ് എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ബിയിലുള്ള ഒരു എലമെൻറ്റും എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തിട്ട് ബിയിലുള്ള എല്ലാ എലമെൻറ്റും കട്ട് ചെയ്ത് ബാക്കി കിട്ടുന്നതാണ് എന്ത്? എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 ഉണ്ടാവും, പിന്നെ 3 ഉണ്ടാവോ? ഉണ്ടാവും, കാരണം 3 ബിയിലുണ്ടോ? ഇല്ല. 4 ഉണ്ടാവോ? ഇല്ല. 4 ഉണ്ടാവില്ല, കാരണം എന്താ? 4 ബിയിലുണ്ട്. ബിയിലുള്ള ഒറ്റ എലമെൻറ്റ് എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. 5 ഉണ്ടോ? 5 ഉണ്ടാവും, കാരണം 5 ബിയിലുണ്ടോ? ഇല്ല. 6 ഉണ്ടോ? ഇല്ല. 6 എ മൈനസ് ബിയിൽ ഉണ്ടാവോ? ഇല്ല, കാരണം എന്താ? 6 ബിയിലുണ്ട്. അപ്പോൾ ബിയിലുള്ള ഒറ്റ എലമെൻറ്റും എ മൈനസ് ബിയിലുണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുക, എന്നിട്ട് ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റൊക്കെ കട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ബി മൈനസ് എന്താ? ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുക, എന്നിട്ടോ എയിലുള്ള എലമെൻ്റൊക്കെ കട്ട് ചെയ്യുക. എന്നാൽ പറയേ ബി ഈക്വൽ ടു സെറ്റ് 2. 2 എയിലല്ലേ ഉണ്ട്, അപ്പോൾ ബി മൈനസ് എൽ ഉണ്ടാവോ? ഇല്ല. 4 എയിലുണ്ടോ? നോക്കുക, ഉണ്ടല്ലേ. അപ്പോൾ ബി മൈനസ് എൽ ഉണ്ടാവോ? ഇല്ല. 6ഓ? 6ഉം എയിലുണ്ട് അല്ലേ, അപ്പോൾ ബി മൈനസ് എൽ ഉണ്ടാവും? ഇല്ല. ബാക്കി എന്താ ഉള്ളൂ? 8 മാത്രമേ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുക, എയിലുള്ള എല്ലാ എലമെൻസും കട്ട് ചെയ്ത് ബാക്കിയുള്ളതാണ്. അപ്പോൾ എ മൈനസ് ബി ബി മൈനസ് സെയിം ആണ് നോക്കുക? അല്ല. അപ്പോൾ എന്താണ് പറയാം? എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കാം. വി ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, ബി ഈക്വൽ ടു സെറ്റ് എ ഐ കെ യു. വി മൈനസ് ബി കാണും, ബി മൈനസ് ബിയും ബി മൈനസ് ബിയും കാണും. വി മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ളതും ബിയിലില്ലാത്തതും. അപ്പം എന്താണല്ലേ? വി എന്ന് പറയുന്ന സെറ്റ് എടുക്കുക, അതിൽ ബിയിലുള്ളൊക്കെ കട്ട് ചെയ്യാം. എ ബിയിലുണ്ടോ? ഉണ്ട്, അപ്പോൾ അത് വി മൈനസ് ബിയിൽ ഉണ്ടാവില്ല. ഇ ബിയിലുണ്ടോ? ഇല്ല, അപ്പോൾ വി മൈനസ് ബിയിൽ ഇ ഉണ്ടാവും. ഐ ബിയിലുണ്ടോ? ഉണ്ട്, അപ്പോൾ അത് വി മൈനസ് ബിയിൽ ഉണ്ടാവില്ല. ഒ ബിയിലുണ്ടോ? ഉണ്ട് അല്ലേ.
ഓ ബിയിലുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് അത്? ബി മൈനസ് ബിയിലുണ്ടാവും അല്ലേ? യു ഉണ്ട്, അപ്പോൾ അതുണ്ടാവില്ല. ഇതേപോലെ ബി മൈനസ് ബി എന്തായിരിക്കും ആലോചിച്ചിട്ട് പറയാം. പറയും. എ ഉണ്ടാവോ? ഇല്ല, കാരണം എ ബിയിലുണ്ട്. ഐ ഉണ്ടാവോ? ഇല്ല, ഐ എവിടെ ഉണ്ട്? ബിയിലുണ്ട്. കെ ഉണ്ടാവോ? ഉണ്ടാവും. കെ ഏതിലില്ല? ബിയിലില്ല. യു ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോൾ ബി മൈനസ് ബി എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുക. ബിയിലുള്ള എല്ലാ എലമെന്റ്സും കട്ട് ചെയ്ത് കിട്ടുന്നതാണ് ബി മൈനസ്. എ എന്ന് പറയുന്ന ഭാഗം ഏതാ? എ എന്ന് പറയുന്ന ഭാഗം ഇത് അല്ലേ? അതിൽ എ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ് അല്ലേ? പക്ഷേ ബിയിലുള്ളത് എ മൈനസ് ബിയിൽ ഉണ്ടാവോ? ഇല്ല. ബി ഭാഗം അഥവാ ഈ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഭാഗം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഭാഗം എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. കാരണം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്ത. എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുക, ബിയിലുള്ള ഭാഗം മാറ്റി നിർത്തുക. ഇതിനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ളതും ബിയിലില്ലാത്തതും. അടുത്തത് വെൻ ഡയഗ്രാം ഫോർ ബി മൈനസ് എ. ബി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുള്ളതും, വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുള്ളതും എയിലില്ലാത്തതും. അപ്പോൾ ഏത് ഭാഗം വരിക? ബി മൈനസ് എന്ന് പറയുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതാ? റൈറ്റ് സൈഡിലുള്ള ഭാഗം അല്ലേ? അഥവാ ബിയിലുള്ളതും എയിലില്ലാത്തതും. അപ്പോൾ അതായിരിക്കും, അഥവാ റൈറ്റ് സൈഡിലുള്ള ആ ഭാഗമാണ് ബി മൈനസ് എനെ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാം. ഇനി നോക്കുക, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ പിക്ചറിൽ? ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ആ സെൻറ്ററിലുള്ള ഭാഗമാണ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? റൈറ്റ് സൈഡിലാണ് ബി മൈനസ് എ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ള ആ ഭാഗം അഥവാ ഈ ഭാഗമാണ് അല്ലേ? ഈ ഭാഗമാണ് ഏത്? എ മൈനസ് ബി. ഈ സെൻറ്ററിലുള്ള ഈ ഭാഗമാണ് ഏത്? എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഭാഗമാണ് ബി മൈനസ്. ഈ മൂന്നിലും പൊതുവായിട്ട് എലമെൻ്റ് ഉണ്ടോ? ഏതൊക്കെ? എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും പൊതുവായ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബിയിലും ബി മൈനസ് എയിലും പൊതുവായ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. എ മൈനസ് ബിയിലും ബി മൈനസ് എയിലും പൊതുവായ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. പൊതുവായ എലമെൻറ്റിൽ അതിന് പറയുന്ന പേരെന്താ? ഡിസ്ജോയിന്റ് സെറ്റ്. അപ്പോൾ ഈ മൂന്നും മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റാണ്. കാരണം എന്താണ്? എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും പൊതുവായ എലമെൻ്റ് ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബിയിലും ബി മൈനസ് എയിലും പൊതുവായ എലമെൻ്റ് ഇല്ല. എ മൈനസ് ബിയിലും ബി മൈനസ് എയിലും പൊതുവായ എലമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് എന്താണ്? എ മൈനസ് ബി കോമ എ ഇൻ്റർസെക്ഷൻ ബി കോമ ബി മൈനസ് ആർ ഡിസ്ജോയിന്റ് സെറ്റാണ്. ഇനി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് നോക്കാം. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്? കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു എന്നത് യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റും ആണെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ. അതിന്റെ നൊട്ടേഷൻ ആണ് എ ഡാഷ്. അപ്പം എന്താണ് എ ഡാഷ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായി ഇങ്ങനെ പറയാം, യുവിൽ ഉള്ളതും എയിലില്ലാത്തതും. എന്താണ്? യുവിലുള്ളതും എയിലില്ലാത്തതും എന്നാണ്. അപ്പം എന്താണ്? യുവിലുള്ള എലമെന്റ് യു എടുക്കുക, എന്നിട്ടോ എയിലുള്ള കട്ട് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നതാണ് എ ഡാഷ്. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം നോട്ട് എ എന്നാണ്. എയിലില്ലാത്തത് യുവിലുള്ളത്. അപ്പോൾ അതാണ് അടുത്ത സെന്റൻസിൽ എ ഡാഷ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നില്ലേ? എ ഡാഷ് എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ ഉണ്ടാവണം? യുവിൽ ഉണ്ടാവണം. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം. പിന്നെ എക്സ് എവിടെ ഉണ്ടായത്? എയിൽ ഉണ്ടാവരുത്. അപ്പം എ ഡാഷ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി എന്തും മനസ്സിൽ വരണം, നോട്ട് എ എന്ന് പറഞ്ഞാൽ മതി. എ അല്ലാത്തതെല്ലാം, അഥവാ യുവിലുള്ളതും എയിലില്ലാത്തതും. ഒരു എക്സാമ്പിൾ നോക്കാം. യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. എ ഇസ് ഈക്വൽ ടു 1 3 5 7 9. എ ഡാഷ് എന്താ? എന്ത് ചെയ്താൽ മതി? യു എടുക്കാം, എന്നിട്ടോ എയിലുള്ളതൊക്കെ ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ യു ഏതൊക്കെ? 1 മുതൽ 10 വരെ ഉണ്ട് യു. അതിൽ ഏഴിലൊക്കെ കട്ട് ചെയ്യുക. 1 എയിലല്ലേ? അപ്പോൾ അത് എ ഡാഷിൽ ഉണ്ടാവില്ല. 3 എയിലല്ലേ? അത് എ ഡാഷിൽ ഉണ്ടാവില്ല. 5 എയിലല്ലേ? അത് എ ഡാഷിൽ ഉണ്ടാവില്ല. 7 എയിലല്ലേ? അത് എ ഡാഷിൽ ഉണ്ടാവില്ല. 9 എയിലല്ലേ? അത് എ ഡാഷിൽ ഉണ്ടാവും. അപ്പോൾ എ ഡാഷ് ബാക്കി എന്താ ഉണ്ടായാല്? 2 4 6 8 10 അല്ലേ? അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നതാണ് എയിലില്ലാത്തതെന്ന് ഓർത്താൽ മതി. യുവിലുള്ളതും എയിലില്ലാത്തതും. ഓക്കെ, ഇനി കുറച്ച് ഹോംവർക്ക് ഉണ്ട്, നിങ്ങൾ ചെയ്തു വരണം. എ ഇസ് ഈക്വൽ ടു ഒരു സെറ്റ് തന്നു, ബി തന്നു, സി തന്നു, ഡിയും തന്നു. എന്നിട്ടോ എ ഇൻ്റർസെക്ഷൻ ബി കാണാം, ബി ഇൻ്റർസെക്ഷൻ സി കാണാം, എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി കാണാം. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു വരണം. രണ്ടാമത്തെ ഹോംവർക്ക് ഇതാണ്. ഈ എ ഇസ് ഈക്വൽ ടു സെറ്റ് തന്നു, ബി തന്നു, സി തന്നു, ഡി തന്നു. എ മൈനസ് ബി കാണണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതും ബിയിലില്ലാത്തതും. എ മൈനസ് സി കാണാം. എന്താ എ മൈനസ് സി? എയിലുള്ളതും സിയിലില്ലാത്തതും. അങ്ങനെ ബാക്കിയുള്ള മൊത്തം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു വരണം. എല്ലാവരും നിർബന്ധമായിട്ട് ഹോംവർക്ക് ചെയ്യണമെന്ന് ഒന്നുകൂടിയും ആവശ്യപ്പെടുകയാണ്.